ഇന്നലത്തെ വീക്കെൻഡിൽ പൊളിച്ചത് അരുണിനെയാണെങ്കിൽ ഇന്ന് പൊളിച്ചത് ആരെയാണ്? രഞ്ജിത്തിനെയാണ്. രഞ്ജിത്തിനെ പൊളിച്ചു എന്നൊന്നുമല്ല, രഞ്ജിത്ത് തീർന്നു, അങ്ങ് അസ്തമിച്ചു പോയി. ആ ലെവലിലാണെന്ന് രഞ്ജിത്തിനെ പറഞ്ഞത് വിജയ് സേതുപതി. രഞ്ജിത്തിന് കൊടുക്കാൻ മറുപടിയൊന്നുമില്ല, തീർന്ന അവസാനം ചത്ത് വീണതുപോലെ ആയിപ്പോയി. അമ്മാതിരിയായിരുന്നു രഞ്ജിത്തിന്റെ ഇന്നത്തെ ഡൗൺ. രഞ്ജിത്തിന്റെ അടുത്ത് ഓരോന്ന് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്, എന്താ നിങ്ങൾ ചെയ്യുന്നത്, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ എന്നൊക്കെ വെച്ച് മൊത്തം ഡൗൺ ആക്കി. തെലുങ്ക് ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു ഇന്ന്. ഞാൻ അതും കൂടെ മാറ്റി മാറ്റി കുറച്ചു നേരം കണ്ടോണ്ടൊക്കെ ഇരുന്നു. മലയാളി തെലുങ്ക് ബിഗ് ബോസിൽ ജയിച്ചിരിക്കുകയാണ്. ആ കാര്യം പറയാം ആദ്യം തന്നെ. നിഖിൽ മാളിയേക്കൽ മലയാളിയാണ്, പുള്ളിക്കാരനാണ് വിന്നർ. റണ്ണറപ്പ് ഗൗതം ആണ്. ഗൗതം വൈൽഡ് കാർഡായിരുന്നു, 35ാമത്തെ ദിവസമാണ് വീട്ടിൽ കയറിയത്. തേർഡ് പൊസിഷൻ, അതായത് സെക്കൻഡ് റണ്ണറപ്പ് നബീലാണ്. ഫോർത്ത് പൊസിഷൻ, അതായത് തേർഡ് റണ്ണറപ്പ് പ്രിരേന എന്ന് പറയുന്ന ഒരാളാണ്. അടുത്ത് ഫോർത്ത് റണ്ണറപ്പ് അവിനാഷ് ആണ്. അപ്പൊ ഇതാണ് തെലുങ്ക് ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്. തെലുങ്ക് ബിഗ് ബോസിൽ മലയാളിയാണ് വിന്നർ ആയത് കേട്ടോ. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു, തുടക്കം മുതൽ തന്നെ അടിപൊളി പെർഫോമൻസ് ആണെന്നാണ് തെലുങ്ക് കാണുന്ന കുറച്ച് പേരുണ്ട് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തമിഴ് ബിയിൽ ഇന്ന് ഈ പറയുന്ന പോലെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമല്ല, ക്യാപ്റ്റൻസി ഡിസ്കസ് ചെയ്തു. രഞ്ജിത്തിന് കുറെ പൊരിഞ്ഞ സാധനങ്ങൾ കിട്ടി. പിന്നീട് മെയിൻലി നമ്മുടെ എവിക്ഷൻ ആണ് വന്നത്, എവിക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ഓരോരുത്തരെയും കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് നിങ്ങൾ ഈ 10 ആഴ്ച എന്താണ് ചെയ്തത്, ഇനി നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്നിട്ട് വിജയ് സേതുപതിയുടെ ഒരു ഒപ്പീനിയനും. അത്രയാണ് അവിടെ നടന്നത് കേട്ടോ. വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 ഡേ 70 ഡിസംബർ 15 തീയതിയിലെ ഫുൾ എപ്പിസോഡ് വീക്കെൻഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ക്യാപ്റ്റൻസിയിൽ വേസ്റ്റ് ആയിട്ട് ചെയ്തത് ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പവിത്ര പറയാണ്, എനിക്ക് ക്യാപ്റ്റൻസിയിലല്ല, നമ്മുടെ വേസ്റ്റ് പെർഫോമൻസ് ഈ വീക്കിലെ. ഇപ്പം രഞ്ജിത്തിനെ പവിത്രയാണല്ലോ സെലക്ട് ചെയ്തത്, പക്ഷെ അവർക്ക് ശിക്ഷയൊന്നും കൊടുത്തില്ല. അപ്പം പവിത്ര പറയുന്നത്, എനിക്ക് 6 വോട്ട് കിട്ടി, രഞ്ജിത്ത് തന്നെ 8 വോട്ട് കിട്ടി, ഞാൻ പിന്നെ വളർന്നത് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്നുള്ള ലെവലിൽ പവിത്ര സംസാരിക്കുകയാണ്. ഇപ്പം രഞ്ജിത്ത് പറഞ്ഞത്, എൻ്റെത് കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ പുറത്ത് വരുന്നില്ല. പിന്നെ ഞാൻ ടാസ്കിൻ്റെയും ക്യാപ്റ്റൻസി എൻ്റെ ഉണ്ട്, ടാസ്കും ഉണ്ട്, അതിൻ്റെയൊക്കെ നടുവിലായിപ്പോയി. അപ്പം റയാൻ പറയുന്നുണ്ട്, തർഷിക വന്ന് മുട്ട എടുത്തത് എനിക്ക് കറക്റ്റ് ആണെന്നാണ് തോന്നിയത് രഞ്ജിത്ത് അണ്ണൻ്റെ. എല്ലാം നമ്മൾ കാരണം ഉണ്ടാവുന്നത്. അപ്പോൾ കണ്ടസ്റ്റൻസ് നീതി പാലിച്ചു കഴിഞ്ഞാൽ അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ലെവലിലായിരുന്നു രഞ്ജിത്ത് അണ്ണൻ എന്ന് പറയുന്നു. മഞ്ജരി പറയാണ്, ഇവിടെ നോട്ടീസ് വായിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഒരു ക്യാപ്റ്റൻ, വേറെ ഒന്നിനുമില്ല. മുട്ട എടുത്ത് പൊട്ടിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. കാരണം മുട്ട എടുത്തോണ്ട് പോയിട്ട് എന്ത് ചെയ്യാനാണ്, എനിക്ക് തോന്നിയില്ല. ഒരു ക്യാപ്റ്റൻ ഇല്ലായിരുന്നു, ക്യാപ്റ്റൻ ഉണ്ടെങ്കിലേ മുട്ട എടുക്കുള്ളൂ. അപ്പൊ റാണോ പറയാണ്, ഒന്നുമേ ചെയ്തില്ല രഞ്ജിത്ത് അണ്ണൻ. അരുൺ പറയാണ്, നമുക്കും അവർക്കും ഒക്കെ ചലഞ്ചിങ് ആയിരുന്നു, പിന്നെ രഞ്ജിത്ത് അണ്ണനെ കൊണ്ട് പറ്റിയില്ല. ഞാനും നേരെ നോക്കി പോലും ഇല്ല ഇവിടെ ആരാണെന്നുള്ള കാര്യം. ജാക്കിലും പറയണം, ഫുൾ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ആയിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് രഞ്ജിത്ത് അണ്ണൻ. മുട്ട പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്യാപ്റ്റൻ ആയിട്ടിരുന്നത്, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. അപ്പൊ തർഷിക, ഇവിടെ സ്നേഹം വീക്കായിട്ട് തുടങ്ങണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു രഞ്ജിത്ത് അണ്ണൻ. സ്നേഹം വീക്ക് വീട്ടിൽ നടക്കൂല, ഇവിടെ നടക്കത്തില്ല. മുത്ത് പറയാണ്, പരിതാപകരമായിരുന്നു. സൗന്ദര്യ പറയുന്നു, നമ്മളടുത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയും, ഇത് ജനറലായിട്ട് പറഞ്ഞൂടെ രഞ്ജിത്ത് അണ്ണന്. അപ്പൊ അൻഷിത പറയുന്നു, വിശാല് ചെയ്തതിന്റെ അത്ര പോലും രഞ്ജിത്ത് അണ്ണൻ ചെയ്യുന്നില്ല, മറന്നുപോയി രഞ്ജിത്ത് അണ്ണൻ ക്യാപ്റ്റൻ ആണെന്നുള്ള കാര്യമേ. രഞ്ജിത്ത് പറയുന്നു, ഞാനെല്ലാം അംഗീകരിക്കുന്നു. വിജയ് സേതുപതിക്ക് ഭയങ്കരമായ ദേഷ്യം വരുന്നു. എല്ലാം എപ്പോഴും അംഗീകരിക്കുന്നു. ഇത് തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾ ഇത്രയും കാം? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾ ദേഷ്യപ്പെടുന്ന ആളാണോ റിയൽ, അതോ ഈ പാവമായിട്ടിരിക്കുന്ന ആളാണോ റിയൽ? എന്താണ് രഞ്ജിത്ത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇഷ്ടം പോലെ ഞാൻ ഈ പറയുന്ന പോലെയല്ല, ഈ സാധനം തന്നെ വീണ്ടും ചോദിക്കുന്നു. രഞ്ജിത്ത് പറയുന്നത്, സാർ ഞാൻ ഇങ്ങനെയാണ് സാർ, എൻ്റെ പുറത്ത് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് സാർ, ഞാൻ അങ്ങനെ ഇവിടെ ഒരു വഴക്കുണ്ടാക്കണോ സാർ, അടി ഉണ്ടാക്കണോ സാർ, ആ ലെവലിൽ വീണ്ടും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇത് എന്നെ വിജയ് സേതുപതി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് സേതുപതിയുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും പറയാൻ പറ്റത്തില്ല. കാരണം ഈ പറഞ്ഞ രഞ്ജിത്ത് അത്രയ്ക്കും വെറും ഷൊട്ടക്കളിയാണ് ഇതിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം വിജയ് സേതുപതി എന്താണ്, അപ്പം നിങ്ങൾ ഇവിടെ ഇതിനകത്ത് എന്താണെന്ന് ആരായിട്ടാണ്? ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ്. കണ്ടസ്റ്റൻറ്റിൻ്റെ അർത്ഥം എന്താണ്? പോട്ടിയാളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോട്ടിയാളർ മീൻസ് കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പം ഈ എന്തുകൊണ്ടാണ് ഇത് നിങ്ങൾ മത്സരാർത്ഥി എന്ന് വിളിക്കുന്നത്? നിങ്ങൾ മത്സരിക്കാനല്ലേ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബ്രേക്കര് പോകുന്നു വിജയ് സേതുപതി. രഞ്ജിത്ത് ഫുൾ ഡൗൺ ആവുന്നു. രഞ്ജിത്തിന് അത്രമാത്രം വിജയ് സേതുപതി പറയുന്നുണ്ട്. എന്നിട്ട് ഒരു കുലുക്കമില്ല, ഒരുമാതിരി പോയി വിഷമിച്ചിരിക്കുന്നു. മുത്തു എന്ന് പറഞ്ഞ് ഈ ഒരാഴ്ച മാത്രമേ ഉള്ളൂ കളിക്കാൻ. അപ്പോൾ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ കളിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കയറി വരാൻ പറ്റുള്ളൂ. ഇത്രയും നാളെ 10 ആഴ്ച നിങ്ങളുണ്ട് കളഞ്ഞ് എന്നുള്ള കാര്യം പറയുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച മിഡ് വീക്ക് വരാൻ ഭയങ്കര ചാൻസ് ആണ് കേട്ടോ. 71 മുതൽ 77 വരെ ഉള്ളവർ ഒരു ദിവസം മിഡ് വീക്ക് വരും. കാരണം ഈ വീക്ക് മിഡ് വീക്ക് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച 78 മുതൽ 82 വരെയുള്ള
ആ ഒരു മൺഡേ ടു ഫ്രൈഡേ വീക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയാണ്. ഫാമിലി വീക്കിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ച് ഒരു കാരണവശാലും എവിക്ഷൻ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എന്ത് നടക്കും, ഈ ആഴ്ചയായിരിക്കും മിഡ് വീക്ക് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഇപ്പം മിഡ് വീക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 91st ഡേ മുതലുള്ള 92 to 96 വരെയുള്ള ആ വീക്കെൻഡിലെ നടത്താൻ പറ്റത്തുള്ളൂ മിഡ് വീക്ക്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ വീക്ക് നടത്തിയില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് വരുന്നത് ഫാമിലി വീക്ക്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ടിക്കറ്റ് ഫിനാലെ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു പരിപാടി നടക്കില്ല, എവിക്ഷൻ മിഡ് വീക്ക് നടക്കത്തില്ല. അതുകൊണ്ട് ഈ വീക്ക് തന്നെ ഒരു മിഡ് വീക്ക് കാണും കേട്ടോ. അപ്പോൾ നാളെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആകുമ്പോൾ തന്നെ വേഗം പോയി വോട്ട് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ആളുകൾ തിരക്കും. അപ്പം പിന്നീട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജാക്ലിൻ മുത്തു സൗന്ദര്യ വിജയ് സേതുപതി ബ്രേക്കിന് മുമ്പ് പറയാണ്, ജാക്ലിൻ പറയാണ് എന്നെ നടികൈ എന്ന് പറഞ്ഞൊരു നോമിനേറ്റ് ചെയ്ത് ആരെന്ന് ഞാനില്ല തിരക്കി കിടക്കണം. അപ്പം ആരെന്ന് ഞാൻ ചോദിച്ചപ്പോൾ രഞ്ജിത്താണ് പവിത്രയുടെ നേരെ ഇങ്ങനെ കണ്ണ് കാണിച്ചു, പിന്നീട് ജെഫ്രിയുടെ നേരെ. അപ്പം എന്തൊക്കെയോ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ പുള്ളിക്കാരൻ എന്നുള്ള കാര്യം പറയുകയാണ്. കുറച്ച് കഴിഞ്ഞ് വിജയ് സേതുപതി ഒന്ന് ആരാണ് എവിക്റ്റ് ആവാൻ പോകുന്നതെന്നൊക്കെ എല്ലായിടത്തും ചോദിക്കുകയാണ്. അപ്പം ഓഡിയൻസ് പറയുന്നു വിശാലായിരിക്കാം, ദർശികയായിരിക്കാം എന്നൊക്കെ പറയുന്നു. സേവിങ് ഓർഡർ അരുണിനെ സേവ് ചെയ്യുന്നു, പവിത്രയെ, സൗന്ദര്യയെ, അൻഷിതയെ, റയാനെ, ജാക്ലിനെ ഇത്രയും സേവ് ചെയ്യുന്നു. വിശാലും ദർശിക മാത്രം ബാക്കി. അപ്പം ചോദിക്കുകയാണ് ആര് ഔട്ടാവും. അപ്പോൾ ദീപക്കും രഞ്ജിത്തും മുത്തുവും പറയാണ് തർഷിക ഔട്ടാവും. അരുൺ പറയാണ് വിശാൽ ഔട്ടാവും എന്ന് പറയുന്നു. അങ്ങനെ തർഷിക എവിക്റ്റഡ് കാണിക്കുന്നു. വിശാലും തർഷികമായിട്ടുള്ള കെട്ടിപ്പിടുത്തവും വീട്ടുകാരടുത്തുള്ള യാത്ര പറച്ചിലും പോകുന്നു. നേരെ സ്റ്റേജിൽ വരുന്നു, ജേണി വീഡിയോ ഒക്കെ കാണിക്കുന്നു. എവിടെയാണ് തെറ്റുപറ്റിയാൻ തർഷിക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാണാം. ആ സ്കൂൾ ടാസ്ക് ആ ജേണി വീഡിയോയിൽ തന്നെ ഉണ്ട്. ഒരു അടിപൊളി ആക്റ്റീവായിട്ട് 2 തവണ ക്യാപ്റ്റനായി വന്നൊരു കണ്ടസ്റ്റന്റ് പകുതി എത്തുമ്പോൾ ആ സ്കൂൾ ടാസ്ക് മുതൽ ഒന്നുമേ ഇല്ലാതാവുന്ന അവസ്ഥ അതിനകത്ത് കാണുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് കാണാം. എന്താണ് തെറ്റെന്ന് മനസ്സിലായല്ലോ. 200% ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞ് വന്ന കണ്ടസ്റ്റന്റ് ആണ്. ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാലോ നിങ്ങൾക്ക് എന്നെല്ലാം ചോദിച്ച് പറഞ്ഞു വിടുന്നു. ഒരു തർഷിയെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. ഫസ്റ്റ് ആ സ്കൂൾ ടാസ്കിന് മുന്നേ വരെ ഒരു സൂപ്പർ കണ്ടസ്റ്റന്റ് ആയിരുന്നു. സൂപ്പർ. ഇപ്പോഴ് ഭയങ്കര നെഗറ്റീവായിട്ടാണ് ഇറങ്ങി പോകുന്നത്. അത്രയ്ക്ക് നെഗറ്റീവാണ്. സ്വന്തം ഗെയിം തൊലച്ച സ്പോയിൽ ചെയ്തൊരു കണ്ടസ്റ്റൻ്റാണ് തർഷിക. തർഷികയുടെ ജേണി വീഡിയോ എല്ലാവർക്കും ഒരു പാഠമായിരിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. ജേണി വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. കാരണം എങ്ങനെ ഒരു പ്ലെയർ വന്നു, കളിച്ചു, മുന്നേറി, ക്യാപ്റ്റനായി, മികച്ച പ്ലെയറായി, എന്നിട്ട് അവിടെ നിന്ന് ലവ് ട്രാക്ക് വന്നു, അവിടെ നിന്ന് തളർന്നു എന്നുള്ള കാര്യം. ബിഗ് ബോസ് ഈസ് നോട്ട് എ പ്ലാറ്റ്ഫോം ഫോർ ഷെയറിങ് അവർ അല്ലെങ്കിൽ എന്താ പറയുക ഷോയിങ് അവർ എക്സ്പ്രഷൻസ് ഓർ ഫീലിങ്സ്. അത് കാണിക്കാനുള്ള പ്ലാറ്റ്ഫോം അല്ല. വി ഹാവ് ടു ഗോ ഫോർ പ്ലേയിങ് ഗെയിം. അതിനുശേഷം സ്റ്റേജിൽ നിന്നെല്ലാം പോകുന്നു. അപ്പം അതിനുശേഷം കണ്ടസ്റ്റൻസിനെ ഓരോരുത്തരെയും കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഈ 10 ആഴ്ച നിങ്ങൾ എങ്ങനെയാണ് കളിച്ചത്, ഇനി നിങ്ങൾ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഇത് ഇത്രയാണ് അവിടെ നടക്കുന്നത്. ജെഫ്രി പോകുന്നു. ഞാൻ 10 ആഴ്ച കളിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, സാറ് പറഞ്ഞപ്പോൾ റിയലൈസ്ഡ് ആയി, അപ്പോൾ ഇനി ഞാൻ കളിക്കും എന്നാണ് ജെഫ്രി പറയുന്നത്. അപ്പം ദീപക് വരുന്നു. അപ്പോൾ വിജയ് സേതുപതി തന്നെ പറയുന്നു നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് ദീപക് പോകുന്നത്, പഴയതുപോലെ ആക്റ്റീവായിട്ടുള്ള ഒരു പണ്ടത്തെ ദീപക് ഉണ്ടല്ലോ ആ ദീപക് തിരിച്ചു വരട്ടെ എന്ന് പറയണം. മുത്ത് പോകുന്നു. മുത്ത് പറഞ്ഞു ഈ 11th വീക്ക് മാത്രമേ ഇനി കളിക്കാനുള്ളതായിട്ടുള്ളൂ. കറക്റ്റാണ് മുത്ത് പറയുന്നത്. ഈ ഒരു ഒറ്റ വീക്ക് കളിക്കാനുള്ളൂ. കാരണം അതിനുശേഷം ഫാമിലി വീക്കായി, പിന്നെ ടിക്കറ്റ് ഫിനാലെയായി, പിന്നെ 91th ഡേ പിന്നെ കളിക്കാനൊന്നും സമയമില്ല. പിന്നെ മറ്റേ കണ്ടസ്റ്റൻസിൻ്റെ റീ എൻട്രി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജാക്ലിൻ പറയാണ്. അപ്പം മുത്തൂരുടെ അടുത്ത് വിജയ് സേതുപതി പറയുന്നത് നിന്റെ സംസാരമൊക്കെ അടിപൊളിയാണ്, സെറ്റാണ്, പക്ഷെ നീ ഒരു അളവ് കഴിഞ്ഞ് സംസാരിക്കുന്നത് അളവ് വെച്ച് സംസാരിക്കണം എന്ന് പറയാണ്. അതിര് കടന്നല്ല, നീ ഒരു അളവായിട്ട് സംസാരിക്കണം എന്ന് പറയാണ്. അപ്പോൾ ജാക്ലിൻ പറയുന്നത് ഫസ്റ്റ് വീക്ക് ഉണ്ടായിരുന്ന കോൺഫിഡൻസ് എനിക്ക് ഇപ്പം ഇല്ല സാർ. ഓരോരുത്തരെയും കൺഫഷൻ റൂമിൽ വിളിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. വിജയ് സേതുപതിക്കും കണ്ടസ്റ്റൻസിന് മാത്രമേ കാണാവൂ. അപ്പോൾ 10th വീക്ക് വരെ ഞാൻ നോമിനേഷൻ ഉണ്ടായിരുന്നു, സേവായി. ഇനി ഞാൻ കളിച്ചിട്ടേ പോവുള്ളൂ, ഒരാഴ്ച നിന്നാലും കളിച്ചിട്ടേ പോവുള്ളൂ ഞാൻ. വിജയ് സേതുപതി പറയുന്നത് സ്ട്രോങ് പ്ലെയറാണ് നിങ്ങൾ, പഴയ ആ ഒരു ജാക്ക് തിരിച്ച് വരട്ടെ, ഡൾ ആവരുത് എന്ന് പറയുന്നു. അരുൺ പോകുന്നു. സാർ ഞാൻ എങ്ങനെയൊക്കെയോ ഇവിടെ വരെ എത്തി, ഇനി സൂപ്പർ ആവണം, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ സാർ, എൻ്റെ ഇമേജിന് എങ്ങനെ ബാധിക്കുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ വിജയ് സേതുപതി പറയുന്നത് നിങ്ങൾ വൺ ഓഫ് ദ സ്ട്രോങ്ങർ കണ്ടസ്റ്റൻ്റ് ആണ്, നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല, ഇമേജിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. ദെൻ പവിത്ര പോകുന്നു. പവിത്ര ആരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടഫ്? ഞാനാണ് സാർ ഏറ്റവും വലിയ ടഫ്. എനിക്കതാണ് ഏറ്റവും ചിരി വന്നത്. പവിത്രയ്ക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അൻഷിത പോകുന്നു. സ്ട്രോങ്ങർ ആണ് അൻഷിത, സെറ്റായിട്ട് കളിക്കും എന്ന് പറയുന്നു. രഞ്ജിത്ത് പോകുന്നു. എനിക്ക് രഞ്ജിത്തെ നിങ്ങളടുത്ത് കൂടുതലൊന്നും പറയാനില്ല, ഞാൻ കുറച്ച് നേരം മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ. അടുത്ത സൗന്ദര്യ പോകുന്നു. സൗന്ദര്യ അടുത്താണ് കുറേ പറയുന്നത്, നിങ്ങളുടെ എക്സ്പ്രഷൻസ് പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട്, നിങ്ങൾ ദേഷ്യം വരുമ്പോൾ പ്രൊവോക്ഡ് ആവാതിരിക്കുക, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാതിരിക്കുക, ആലോചിച്ച് പെരുമാറുക, സൂപ്പറായിട്ട് ഗെയിം കളിക്കുക. നിങ്ങളുടെ ഓരോ എക്സ്പ്രഷൻസും എൻജോയ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ ആക്ട് ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് കളിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും സൂപ്പർ ഹിൻഡുകളാണ്. സത്യം ഹിൻഡ് എന്നല്ല, അവരുടെ അടുത്ത് പറഞ്ഞു. പുറത്ത് റെസ്പോൺസ് വിജയ് സേതുപതി പറഞ്ഞത് ഇന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം, പ്രേക്ഷകരായിട്ടുള്ള നമ്മൾ കാണുമ്പോൾ അറിയാം, അത് കറക്റ്റ് ഗെയിമാണ് പറഞ്ഞു കൊടുത്തത്. ഓരോരുത്തർക്കും ആവശ്യമുള്ള സാധനങ്ങളാണ് പറഞ്ഞു കൊടുത്തത്.
നമുക്ക് ഇതുവരെയും ഈ സീസണിൽ ഒരു വിന്നർ ആരാണെന്ന് പറയാനേ പറ്റിയിട്ടില്ല. ഇത്ര എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ. വിജയ് സേതുപതി ബായി പറഞ്ഞു പോകുന്നു. വിന്നർ ആരാണെന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സീസണാണിത്. ഞാൻ പറഞ്ഞല്ലോ, മുത്തു ടോപ്പ് 6 ഉണ്ടാവും, ജാക്ലിൻ ഉണ്ടാവും, സൗന്ദര്യ ഉണ്ടാവും, അരുൺ ഉണ്ടാവും, മഞ്ജരി ഉണ്ടാവും, ദീപക് ഉണ്ടാവും. ഇനി ഇതിന്റെ ഓർഡർ മാത്രമേ അറിയേണ്ടതുള്ളൂ. ഇവരിൽ ഒരാളായിരിക്കും വിന്നർ കേട്ടോ, അത്രേ ഉള്ളൂ. വേറെ നോക്കൂ, ഒരു കഴിഞ്ഞ തവണ ഈ ടൈമൊക്കെ എപ്പോഴേ അർച്ചന തന്നെ എന്ന് ഉറപ്പിച്ചതാണ്. ഇത്തവണ അങ്ങനെയൊന്നും പറ്റുന്നില്ല. നമുക്ക് നോക്കാം. നാളത്തെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരേക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. 70 ദിവസമായി നമ്മൾ റിവ്യൂ തുടങ്ങിയിട്ട്, 10 ആഴ്ച. എൻ്റെ റിവ്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.